നന്ദിനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പേടിയാവുന്നു. ടെൻഷൻ ആകണ്ട, ഞാൻ ഏട്ടനോടൊന്ന് അന്വേഷിക്കാൻ പറയാം. ദൈവമേ, ഇവര് നന്ദിനിയെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയല്ലോ. നന്ദിനി എവിടെയുണ്ടെന്ന് അറിഞ്ഞ എന്റെ കഥ അതോടെ അവസാനിക്കും. ഇവനൊരുത്തൻ വെറുതെ ഫോൺ ചെയ്തോണ്ടിരിക്കും. എന്തിനാ വിളിച്ചത്? നീ എന്ത് ചെയ്യുന്നു ബേബി? നീ ചെയ്ത കാര്യത്തിന് ഞാൻ അനുഭവിക്കുക. ഇവിടെ നന്ദിനിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ എവിടെയുണ്ടെന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ. എന്റെ അവിയേട്ടൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, 1 മണിക്കൂറിനകം കണ്ടുപിടിക്കും. എന്നെയും നിന്നെയും ജയിലിലേക്ക് അയക്കും. ഡോണ്ട് വറി ബേബി, അതുവരെ ഒന്നും എത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ ടെൻഷൻ അടുപ്പിക്കണ്ട. ബൈ. എന്താടി വല്ലാത്ത ടെൻഷൻ? എന്തു പറ്റി? ഒന്നുമില്ല ആന്റി. ഫോണില് ആരായിരുന്നു കാർത്തികേ? എന്റെ ഫ്രണ്ടാ. എന്തോ ഇപ്പൊ ഫ്രണ്ട്സിന് ഫോൺ ചെയ്യുന്നതും ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതും അധികമായിട്ടുണ്ട്. ആവശ്യമില്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ല ടെൻഷനാണ്. അല്ല മോളെ, ആ ടെൻഷൻ എന്താന്നല്ലേ ചോദിച്ചത്? അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാ. ഏട്ടൻ വന്ന ഉടനെ നമുക്ക് പറയാം ചേച്ചി. ചേച്ചി വിഷമിക്കാതെ. എന്താ കാര്യം വസു? നന്ദിനി ഇതുവരെ വീട്ടിലെത്താത്തതുകൊണ്ട് ചേച്ചി ആകെ ടെൻഷനായിരിക്കുക. ഫ്രണ്ട്സിനെയും കണ്ടിട്ടേ വരൂന്നല്ലേ അവള് പറഞ്ഞിട്ട് പോയത്. അവള് വന്നോളും. ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതാണോ അതോ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോയതാണോ? ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ പോയേ? നന്ദിനി പത്തരമായിട്ട് തങ്കവാ. അവളെ പറ്റി എന്തിനാ ഇങ്ങനെ പറയുന്നേ? പുറമേ കാണാൻ എല്ലാവരും പത്തരമായിട്ട് തങ്കവാ. അകത്തെന്താണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? നന്ദിനി അങ്ങനെയുള്ള പെണ്ണൊന്നും അല്ല. അവള് എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാലോ. അവൾ എങ്ങനെയുള്ളവളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാ ഇങ്ങനെ പറയുന്നത്. നിന്നെപ്പോലെയല്ല, ഉത്തരവാദിത്വമുള്ള പെൺകുട്ടിയാ. അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള പെണ്ണാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് വന്നില്ല? ആ, അല്ലെങ്കിൽ തന്നെ നേഴ്സാ. എത്ര പേരായിട്ട് ബന്ധമുണ്ടോ എന്തോ. എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ പോയതാണോ എന്തോ. സംസാരിക്കുന്നതിന് മുൻപ് ആലോചിച്ച് വേണം സംസാരിക്കാൻ. നീയും ഒരു പെണ്ണാണെന്ന് ഓർക്കണം. വെറുതെ അനാവശ്യം പറയരുത്. നന്ദിനിയെ കുറിച്ച് നിങ്ങൾക്ക് വലുതായിട്ടൊന്നും അറിയില്ല ഏട്ടത്തി. നിങ്ങൾ എന്തിനാ ഇത്രയും ഫീൽ ചെയ്യുന്നേ? അരി വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് അതിലെ ഒരു വറ്റ മതി. അവള് വന്നത് അഖിലിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അങ്ങനെ ഒരു കുട്ടിയെ മോശമാക്കി പറയുന്നത് തെറ്റ് തന്നെയാ. വസുന്ധര, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ, നന്ദിനി ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഫോൺ ചെയ്ത് നോക്കിയപ്പോ സ്വിച്ച് ഓഫ് എന്നാ പറയുന്ന അബി. എനിക്കെന്തോ പേടിയാവുന്നു. ഒരു പ്രാവശ്യം കൂടെ വിളിച്ചോക്ക് ഭവനെ. എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട് ഏട്ടാ. അതെങ്കിൽ തന്നെ. ഹലോ ചേച്ചി, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഫോണിലെ ചാർജ് തീർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂ വന്നു. 2-3 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വന്നോളാം. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് ആദിത്യയുടെ പണിയായിരിക്കും. ഇവര് നന്ദിനി അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി ഈ മെസ്സേജ് അയച്ചതായിരിക്കും. ഓ, എന്തായാലും ടെൻഷൻ കഴിഞ്ഞു. കണ്ടില്ലേ, ആവശ്യമില്ലാതെ നമ്മൾ പേടിച്ച്. നന്ദിനി 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങ് വരും. എനിക്ക് പിന്നെ പേടി ഉണ്ടാവില്ല ഏട്ടാ. ആ മെസ്സേജ് അയക്കുന്നതിന് പകരം ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നോ? അവളുടെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് എന്തോ പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത്. അവള് വന്നോളും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ എന്താ അബി പേപ്പേഴ്സ്? കാർത്തിയുടെ പേരിൽ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചിരിക്കുക. ഏട്ടാ,
പേരില് സ്വത്ത് എഴുതി വെച്ചു അഭിയേട്ടാ. അപ്പോ എനിക്ക് സ്വത്ത് കിട്ടുമല്ലേ? പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു കാർത്തിക. ഇനി നാളെ വക്കീലിന്റെ മുമ്പിൽ സൈൻ ചെയ്താൽ മതി. സൈൻ ചെയ്തു കഴിഞ്ഞാ സ്വത്ത് എന്റെ കയ്യിലാവോ ഭാസ്കരേട്ടാ? പവർ ഓഫ് അറ്റോർണി നിന്റെ പേരിലാവും. കുട്ടി ജനിച്ച് മേജർ ആയതിനു ശേഷം ഈ സ്വത്ത് കുട്ടിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ആവും. അതുവരേക്കും സ്വത്തിന്റെ മേലുള്ള അവകാശം എനിക്കായിരിക്കില്ല അഭിയേട്ടാ? നിനക്ക് തന്നെ. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഇപ്പോഴാണ് ഈ വീട്ടിലൊരു നല്ല കാര്യം നടന്നിരിക്കുന്നത്. അതെ ചേട്ടാ, ചേട്ടന്റെ മനസ്സ് വലുതാ. നല്ല കാര്യമാ ചെയ്തിരിക്കുന്നേ. അവൾക്ക് സ്വത്ത് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ. ഏട്ടൻ വെറുതെ തെറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്ത് തെറ്റാടാ ഉള്ളത്? സ്വത്ത് മൊത്തം നിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനല്ലേ വന്നു ചേരുന്നത്? അതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നേ. സ്വത്തുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റില്ല അനിയാ. ആ ആവശ്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ നിറവേറ്റുന്നുണ്ടെങ്കിൽ പിന്നെ സ്വത്തിന്റെ ആവശ്യം എന്താന്ന്? എനിക്ക് സ്വത്ത് എഴുതി തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറ. എന്തിനാ വളച്ചു കെട്ടി പറയുന്നേ? സ്വത്ത് നിന്റെ പേരില് എഴുതിയാൽ മാത്രം നീ എന്റെ കൂടെ നിൽക്കൂ? നമ്മൾ രണ്ടുപേർക്കിടയില് സ്വത്തിനാണോ പ്രാധാന്യം? സ്വത്ത് ഞാൻ ചോദിച്ചതല്ല, നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിയാ തരാന്ന് പറഞ്ഞ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ വേണ്ടെന്ന് വച്ചൂടെ? സ്വത്ത് കൊടുക്കാന്നും പറഞ്ഞ് മോഹിപ്പിച്ച് ഇപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? തെറ്റല്ലേ അത്? ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കല്ലേ അനിയാ? ഇവളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല ചേച്ചി. ഇവള് കാരണം ഒരിക്കല് സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഇപ്പൊ സ്വത്ത് കൊടുത്താ വീണ്ടും പഴയ അവസ്ഥയിലാവും. അപ്പോ സ്വത്ത് നഷ്ടപ്പെട്ടതിന് ഞാനാണോ കാരണം? ബിസിനസ്സിൽ നിങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങളല്ലേ നമ്മളെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അതൊന്നും ഞങ്ങളെടുത്ത തീരുമാനമായിരുന്നില്ല. ഞങ്ങളെ കൊണ്ട് നീ എടുപ്പിച്ച തീരുമാനങ്ങളായിരുന്നു അത്. അഖിൽ, കാം ഡൗൺ. ഒരു തവണ സംഭവിച്ചതുപോലെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. സ്വത്ത് എവിടേക്കും പോവില്ല. ഒരു തവണ ഇവളെ വിശ്വസിച്ച് പറ്റിക്കപ്പെട്ടതല്ലേ ഏട്ടാ? ഇനി വേണ്ട, ഇനി ഇവളെ വിശ്വസിക്കരുത്. താലി കെട്ടിയ ഭാര്യ പോലും വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാ? ഞാൻ നിങ്ങളെ എന്ത് പറ്റിച്ചെന്നാ? ബിസിനസ് ആവുമ്പോ ലാഭവും നഷ്ടവും ഉണ്ടാകും. അതേടാ, ഭാസ്കറിനെ സംസ്കൃതി ഇവൻസ് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ മൊത്തമായിട്ട് ലാഭമാണോ കൊണ്ടുവന്നേ? ഇല്ലല്ലോ. മതിയിളേമേ, ഇതിനപ്പുറം ഇനി ഒന്നും സംസാരിക്കണ്ട. സ്വത്ത് കാർത്തിക് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല. നാളെ അഡ്വക്കേറ്റിന്റെ മുന്നിൽ വെച്ച് എല്ലാവരും ഇതിൽ ഒപ്പിട്ടതിന് ശേഷം സ്വത്തുക്കൾ കാർത്തിക് കൈമാറുന്നതായിരിക്കും. ഇതിനപ്പുറം ഇനി ആരും ഒന്നും സംസാരിക്കരുത് പ്ലീസ്. ഇതാണ് തീരുമാനം. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. കൊടുകൈ. Yes. നാളെ പകുതി സ്വത്ത് എന്റെ കയ്യിലേക്ക് വരികയാണ്. ഇനി പവറും അധികാരവും എന്റെ കയ്യിലായിരിക്കും. എല്ലാവരെയും ഞാൻ നിലയ്ക്ക് നിർത്തും. ആരെ കൊണ്ടും എന്നെ തടയാനാവില്ല. ഇനി എല്ലാം എന്റെ കാൽ കീഴിലായിരിക്കും. കണ്ടാലറിയില്ലേ? ഗുണ്ടകളാ. എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നേ? പറയാൻ പാടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നിട്ട് അഖിൽ ചേട്ടനോട് എല്ലാ സത്യങ്ങളും പറയണം. സ്വത്ത്
കാർത്തികയുടെ പേരിൽ എഴുതി കൊടുക്കുന്നത് തടയണം. ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്ത്. കാർത്തികേ, ഇന്ന് നിനക്ക് സ്വത്ത് കയ്യിൽ വന്ന ഉടനെ എനിക്ക് കുറച്ച് തരണേ. എന്റെ കാര്യവും മറന്നു പോകല്ലേ കാർത്തികേ. ഭർത്താവ് ഓടിപ്പോയവളാ ഞാൻ. ചെറിയ കുട്ടി വെച്ച് കഷ്ടപ്പെടുകയാ. ഡോണ്ട് വറി, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നോക്കിക്കോളാം. ഇവക്ക് അധികം ഒന്നും കൊടുക്കരുത് കാർത്തികേ. എത്ര കൊടുത്താലും ഇവക്ക് തൃപ്തിയാവില്ല. നന്ദിയില്ലാത്ത ജാതിയാ. എനിക്ക് എത്ര കിട്ടിയത് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് എത്ര തരണോന്ന് ഞാൻ പറഞ്ഞോ? അയ്യോ, ഒന്ന് വഴക്കുണ്ടാകാതിരിക്കെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായി തരേണ്ടത് എന്റെ കടമയാണ്. പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഫോൺ എടുക്ക് ചേച്ചി. ഫോൺ ചേച്ചിയുടെ അടുത്തെല്ലാം തോന്നുന്നു. വസു ഏട്ടത്തിയെ വിളിക്കാം. ഹലോ, ആരാ? ഹലോ ഏട്ടത്തി, ഞാൻ നന്ദിനി സംസാരിക്കുന്നത്. നിന്റെ ഫോണിന് എന്താ പറ്റിയേ? എന്താ നീ വേറെ നമ്പറിൽ നിന്ന് കോൾ ചെയ്തിരിക്കുന്നേ? നിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയില്ല ഏട്ടത്തി. എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. എന്ത്? കിഡ്നാപ്പ് ചെയ്തെന്നോ? ആര്? ഈ കാര്യം കാർത്തിക അറിയാതെ നോക്കണ ഏട്ടത്തി. അതെന്താ? അത് എനിക്ക് ഏട്ടത്തിയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അത് നന്ദിനി, ഹലോ. ഞാൻ പിന്നെ വിളിക്കാം ഏട്ടത്തി. നീ എവിടെയാ ഉള്ളത്? അതെനിക്കറിയില്ല. ഹലോ, ഹലോ നന്ദിനി.
വസു എന്താ വല്ലാതിരിക്കുന്നേ? അത് അമ്മേ, എന്തോ ചേട്ടത്തി? നന്ദിനി ഒന്നുമില്ല അമ്മ. കാർത്തിക ഇക്കാര്യം അറിയാൻ പാടില്ലെന്ന് എന്തിനു നന്ദിനി അങ്ങനെ പറഞ്ഞത്? അബീട്ടനും ഭാസ്കരേട്ടനും എവിടെയെടുത്തി? ലോയറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇന്ന് ഒപ്പിടാനുള്ളതല്ലേ? രാവിലെ തന്നെ ഏട്ടനും അബിയും പുറത്തുപോയി. ഒപ്പിടാതെ അവർ രണ്ടുപേരും എങ്ങോട്ടാ പോയത്? നിങ്ങൾക്ക് എന്താ ഇളയമ ഇത്ര ധൃതി? അതെ, നല്ല കാര്യമാവുമ്പോഴേ പെട്ടെന്ന് നടക്കണ്ടേ അനിയാ? ഏത് നല്ലത് ആർക്ക് നല്ലത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണമ്മേ, വന്ന് കഴിക്കൂ. ആ വിളമ്പിക്കോ എടുത്തി, എനിക്ക് നല്ല വിശപ്പുണ്ട്. കുഞ്ഞുമേ വാ കഴിക്കാം. വസു, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളെല്ലാരും കഴിച്ചോ? ഞാനിപ്പോ വരാം. നന്ദിനി ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. അവൾ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഈ കാര്യം ഉടനെ തന്നെ ഏട്ടനെ അറിയിക്കണം. എന്താ ഏട്ടന്റെ ഫോൺ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നേ? ഭാസ്കരേട്ടനെ വിളിച്ചു നോക്കാം. ഭാസ്കരേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നന്ദിനി എവിടെയാണെന്ന് അറിയില്ല. എങ്ങനെ ഇപ്പൊ അവളെ കണ്ടെത്തുക? ഹലോ, ശ്രുതിയാണോ? ആരാ? ഇത് ഞാനാ, വസുന്ധര, അഭിരാമിന്റെ വൈഫ്. പറയൂ മാഡം. എനിക്കൊരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൊക്കേഷൻ ഏതാണെന്ന് ഒന്ന് ട്രേസ് ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ മാഡം, നമ്പർ പറയൂ. നോക്കിക്കൊണ്ടിരിക്കുക മാഡം, ഒന്ന് ലൈനിൽ നിൽക്കൂ. ഹലോ മാഡം. പറഞ്ഞോളൂ. ജവഹർ നഗർ കോളനിന്നാ മാഡത്തിന് കോള് വന്നത്. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം, നോക്കിക്കോളൂ. ഒരുപാട് നന്ദിയുണ്ട്. ഇറ്റ്സ് ഓക്കെ മാഡം. ലൊക്കേഷൻ ഇവിടെയാണല്ലോ കാണിക്കുന്നത്, പക്ഷെ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. ഏട്ടത്തി, ഏട്ടത്തി,
ഞാനാ ജയിച്ചത്. എന്താടാ പുറത്ത് വലിയൊരു ശബ്ദം കേട്ടല്ലോ. വാടാ പോയി നോക്കാം. എങ്ങോട്ടാ ഈ രക്ഷപ്പെട്ട് പോവാൻ നോക്കുന്നത്? ഞങ്ങളെ പറ്റിച്ചിട്ട് പോവാൻ പറ്റുമോ നിനക്ക്? ഒരു കിളിക്ക് തുണയായി മറ്റൊരു കിളി വന്നിരിക്കല്ലേ ഏട്ടാ. ഒന്ന് നിങ്ങക്ക് ഒന്ന് എനിക്ക്. ഇവിടുന്ന് നിനക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നീ കൂടെ വന്നതല്ലേ, നമുക്ക് ആഘോഷാക്കാം. അയ്യോ കണ്ണ് നീർന്നേ. അയ്യോ നിർത്തടി. കണ്ണ് നീർന്നു. അയ്യോ അമ്മേ കണ്ണ് നീർന്നു. അയ്യോ നന്ദിനി എന്നെ ഇത് പിടിച്ചോ. കണ്ണ് നീർന്നു. അമ്മേ നീർന്നേ. അയ്യോ അടിക്കണ്ടേ. അയ്യോ അയ്യോ ഓടിക്കോ. എന്താ നടന്നത് നന്ദിനി? ഇവർക്കിടയിൽ നീ എങ്ങനെയാ വന്ന് പെട്ടത്? നിന്നെ കിഡ്നാപ്പ് ചെയ്ത കാര്യം എന്തുകൊണ്ടാ കാർത്തികയെ അറിയിക്കണ്ടെന്ന് പറഞ്ഞ്? എന്നെ കിഡ്നാപ്പ് ചെയ്യിച്ചത് കാർത്തികയായിട്ടതേ. കാർത്തിക നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞെന്നോ? എന്തിന്? അവളെ പറ്റി ഞാനൊരു സത്യം അറിഞ്ഞു. എന്താ നന്ദിനി അത്? കാർത്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അഖിലേട്ടനല്ല, ഏതോ ഒരു ആദിത്യനോ.